ഹായ് നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ തമ്മിലിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ബോഡി ബിൽഡിങ്ങിന് ട്രൈ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീന് വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിച്ച് അല്ലെങ്കിൽ അധികം റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ആയിരിക്കില്ലല്ലോ നമ്മൾ ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കഴിക്കുന്നത്. അങ്ങനെ സ്ഥിരം ഒരു റെസിപ്പി തന്നെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരം ഒരു സാധനം കഴിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ബോറടി ഒന്ന് മാറ്റിക്കിട്ടും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ചിക്കൻ റെസിപ്പിയുടെ ഒരു സെർവിങ്ങിനുള്ള കാലറി ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 സെർവിങ്ങിനുള്ളതാണ്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് മല്ലിയില. ഇതിൽ ഒരു പിശുക്കും കാണിക്കേണ്ട കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വേറെ ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല. മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കുറേ മല്ലിയില ഞാനിപ്പോൾ ഒരു വലിയ കൈപ്പിടി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലെമൺ ജ്യൂസ്, ഞാനിപ്പോൾ ഏകദേശം ഒരു നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ നാരങ്ങ നീരും ആ മല്ലിയിലയുടെയൊക്കെ ഇത് വെച്ച് നമുക്കിത് ഈ ഒരു പരുവത്തിൽ നല്ലോണം അരച്ചെടുക്കാൻ പറ്റും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 5 സെർവിങ്ങിനുള്ള റെസിപ്പിയാണ്. അതായത് ഒരു സെർവിങ്ങിന് 150 ഗ്രാം വെച്ച് 5 സെർവിങ്ങിന് 750 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ബ്രസ്റ്റിലോട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മല്ലിയിലയുടെയും നാരങ്ങ നീരിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കശ്മീരി ചില്ലിയുമാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ചിലപ്പോൾ ഓവർനൈറ്റ് ഫ്രീസറിൽ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാച്ച് കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഇപ്പോഴേ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലൊക്കെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ബൾക്കായിട്ട് മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ 5 സെർവിങ്ങിന് അല്ലെങ്കിൽ 6 സെർവിങ്ങിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നിനും വേണ്ട മാരിനേഷൻ റെഡിയാക്കിയിട്ട് അത് ഇപ്പോൾ ഉണ്ടാക്കാനുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുക, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കാനുള്ളത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി മാരിനേഷന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അങ്ങനെ പാടി അങ്ങ് ചേർക്കുവാണ്. നിങ്ങൾ ഫ്രീസറിലാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം വച്ചത്, അതിട്ട് 2 ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ പുറത്ത് വെച്ചാൽ മതിയാകും. ആ ഒരു ചിക്കൻ ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം ഏറ്റവും ചെറിയ ബേർണറിൽ വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുമായിരുന്നു. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാനൊന്നും മറക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതിലോട്ട് ആ ചിക്കൻ ചേർത്തപ്പോൾ ആ പാത്രത്തിൽ ആ മസാലയും കൂടെ കിട്ടുന്നതിന് വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചേർത്തു. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അത്യാവശ്യം ഡ്രൈ പരുവത്തിലാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഓയിൽ ഒട്ടും യൂസ് ചെയ്യേണ്ട എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഒരു ബോക്സിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാലറി ഇൻടേക്ക് അനുസരിച്ച് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സെർവിങ്ങിന് 5 ഗ്രാം വെച്ചാണ്. അപ്പോൾ ഞാൻ 5 സെർവിങ്ങിനുള്ളതല്ല ഉണ്ടാക്കുന്നത്, 750 ഗ്രാം ചിക്കൻ അല്ല എടുത്തത്. അപ്പോൾ ഒരു സെർവിങ്ങിന് 5 ഗ്രാം ഓയിൽ വെച്ച് 5 ഗ്രാം സെർവിങ്ങിന് 25 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ എന്ത് ഓയിലാണോ യൂസ് ചെയ്യണേ അത് ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ അവസാനം ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ അവസാനം ചേർക്കുമ്പോഴത്തേക്കും ഈ ചിക്കന് ഭയങ്കര ഈ വെളിച്ചെണ്ണയുടെയും മല്ലിയിലയുടെയും ഫ്ലേവർ കിട്ടും. വെളിച്ചെണ്ണ നമ്മൾ തുടക്കത്തിലേ ചേർത്ത് കൊടുത്തതിന് എനിക്ക് അത്രയും ഫ്ലേവർ ഉള്ളോണം തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു 25 ഗ്രാം ഓയിൽ, ഒരു സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ഗ്രാം ഓയിൽ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഒന്ന് ടേസ്റ്റ് നോക്കുക, ഉപ്പ് കുരുമുളക് പൊടി അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ഇത് ഓഫ് ചെയ്യുക. ഇത്ര ഈസിയാണ് കേട്ടോ. ഇത് 5 സെർവിങ്ങിനുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. നിങ്ങളിപ്പോൾ ഒരു സെർവിങ്ങിനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ഗ്രാം ഓയിൽ, 150 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മല്ലിയിലയുടെ അളവ്, പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞോളം തന്നെ എൻ്റെ ഫ്രീസറിൽ ഒരു ബോക്സിൽ ഒരു 5 സെർവിങ്ങിനുള്ളതോ അല്ലെങ്കിൽ 3 സെർവിങ്ങിനുള്ളതോ ഞാൻ എപ്പോഴും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിക്കൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യുക, കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.